മലക്കുകൾ നമുക്ക് വേണ്ടി ദുആ ചെയ്താൽ എന്താ സംഭവിക്കുക? നമ്മുടെ കാര്യങ്ങളൊക്കെ എളുപ്പമാവും അല്ലേ? അല്ലാഹു റബ്ബുൽ ആലമീൻ മലക്കുകളുടെ പ്രാർത്ഥന സ്വീകരിക്കുമെന്നത് ഉറപ്പല്ലേ? അപ്പം നമുക്ക് വേണ്ടിയിട്ട് മാലാഖമാർ അള്ളാഹിനോട് ദുആ ചെയ്താൽ നമ്മുടെ പ്രയാസങ്ങൾ നീങ്ങും, നമ്മുടെ പരിഭവങ്ങൾ നീങ്ങും, നമുക്ക് സന്തോഷം ലഭിക്കും. എത്ര വലിയ പ്രതിസന്ധിയിലാണ് നമ്മൾ അകപ്പെട്ടിട്ടുള്ളതെങ്കിലും മലക്കുകളുടെ പ്രാർത്ഥന നിമിത്തം ആ പ്രതിസന്ധിയിൽ നിന്ന് നമുക്ക് കരകയറാൻ പറ്റും. അപ്പോൾ മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുന്ന ചില നിമിഷങ്ങളെക്കുറിച്ച് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ 8 കാര്യങ്ങൾ മാത്രം, 8 സന്ദർഭങ്ങൾ. ഈ സന്ദർഭത്തിൽ ഉറപ്പാണ് മലക്കുകൾ നമുക്ക് വേണ്ടിയിട്ട് ദ്വാരക്കും. അപ്പോൾ ആ 8 കാര്യങ്ങൾ പഠിച്ചു വെച്ചാൽ അതിനെ വേണ്ട വിധം നമുക്ക് വിനിയോഗിക്കാൻ പറ്റുമല്ലോ. അങ്ങനെ വിനിയോഗിച്ചാൽ മലക്കുകളുടെ ദ്വാ നമുക്ക് ലഭിക്കും. പിന്നെ സന്തോഷമല്ലേ, ഹാപ്പി ലൈഫല്ലേ. അള്ളാഹു ആസ്വദിക്കാൻ തൗഫീക്ക് നൽകട്ടെ. 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്, മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ട് ഒരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ദുആ വസിയ്യത്തുകൾ, സങ്കടങ്ങൾ, അസുഖ വിവരങ്ങൾ പറഞ്ഞവർ, അങ്ങനെ തുടങ്ങി ഒരുപാട് വിഷമങ്ങൾ പറഞ്ഞവരുണ്ട്. പടച്ചവനെ, ഈ സദസ്സിനെ സ്നേഹിക്കുന്ന, ഇത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന, ദുആ വസിയ്യത്തുകൾ ചെയ്യുന്ന യാ റബ്ബന എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ അകറ്റിക്കൊടുക്കണേ റഹ്മാനെ. ഈ സദസ്സിൻ്റെ ബർക്കത്തുകൊണ്ട് എല്ലാവർക്കും സന്തോഷം നൽകണേ അല്ലാ. ഇന്ന് നമ്മുടെ ജീവിതത്തിലെ സങ്കടങ്ങൾ തീരുന്ന ദിവസമാണ്. എന്താ കാരണം? ഒരു അത്ഭുതകരമായ അറിവ് നമ്മൾ പഠിക്കാൻ പോവുകയാണെന്നേ. ഈ അറിവെന്താ? നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധികളെയും ദുആ ചെയ്ത് മാറ്റാൻ കഴിയുന്ന ആളുകളാണ് അള്ളാൻ്റെ മലക്കുകൾ. അവരുടെ ദുആയിന് ഉത്തരമുണ്ട്, ഉറപ്പല്ലേ? അവർ വല്ല തെറ്റും ചെയ്യുന്നുണ്ടോ? തോന്നിവാസങ്ങൾ ചെയ്യുന്നുണ്ടോ? ഒന്നുമില്ല. അവർ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുക, അള്ളാഹ് പറഞ്ഞതനുസരിക്കുക എന്നതിലപ്പുറം അവർക്ക് വേറൊന്നുമില്ല. അവർക്ക് സ്വയമേവ ചിന്തിച്ച് ഒരു തെറ്റും ചെയ്യാൻ പറ്റില്ല. അള്ളാഹ് പറയുന്നത് മാത്രം ഒബൈ ചെയ്യുന്ന മനുഷ്യർ, ഒബൈ ചെയ്യുന്ന മലക്കുകൾ, അവർ നമുക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യുന്നതാണ്. നമുക്ക് വേണ്ടി മലക്കുകൾ ദ്വാരക്കും. പടച്ചോൻ ഇവന് പുറത്തു കൊടുക്കണേ, പടച്ചോൻ ഇവന് സമ്പത്ത് കൊടുക്കണേ, പടച്ചോൻ ഇവൻ്റെ രോഗം മാറ്റണേ എന്ന് മലക്കുകൾ ദ്വാരന്നാൽ നമുക്കത് കിട്ടുമെന്നായി പറയണേ. അതിനൊരുപാട് സമയങ്ങളുണ്ട് എന്നാണ്. അതിനൊരു 8 എണ്ണം നമുക്ക് പഠിച്ചാലോ? പഠിപ്പിക്കുന്നതാരാ? പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ഭുതങ്ങൾ 8 എണ്ണം ഒന്ന് കേട്ടു നോക്കിയിട്ട് നമ്മുടെ ലൈഫിൽ അതൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയേ. മലക്കുകളുടെ ദുആ നമുക്ക് ലഭിക്കും. നമ്മളറിയാതെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു റബ്ബുൽ ആലമീൻ മാറ്റിത്തരും. ഉറപ്പാണ്. ഒന്നാമത്തത് എന്താണെന്നറിയോ? ഒന്നാമത്തത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളൊക്കെ വിശദീകരിച്ചുകൊണ്ട് മഹാരഥന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. ഒന്നാമത്തേത് ഇൻദ വുഖൂഫിക ഫി സ്വഫിൽ അവ്വൽ, അതായത് ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോൾ ഒന്നാമത്തെ സഫിൽ നിൽക്കുക. പ്രത്യേകിച്ച് പുരുഷന്മാർ പള്ളിയിൽ പോകുമ്പോൾ ഒന്നാമത്തെ സഫിൽ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മലക്കുകളുടെ പ്രാർത്ഥനയുണ്ട്. ഒരു ഹദീസിൽ കാണാം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അല സ്വഫിൽ അവ്വൽ. അല്ലാഹുവും അവൻ്റെ മലക്കുകളും സ്വലാത്ത് ചെയ്യുന്നു. അള്ളാഹ് ഗുണം ചെയ്യും, മലക്കുകൾ ദുആ ചെയ്യും. ആർക്ക് വേണ്ടിയിട്ട്? ഒന്നാമത്തെ സഫിൽ നിൽക്കുന്നവന് വേണ്ടിയെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹുൽ ജാമിഅയിലെ 1840 ഹദീസാണ്. അപ്പോൾ ഒന്നാമത്തെ സഫ് നഷ്ടപ്പെടുത്തി കളയരുത് പുരുഷന്മാരെ, നിങ്ങളോടാണ് പറയണത്. പലരും ബാക്കിലേക്ക് വരും. ഒന്നാമത്തെ സഫിൽ നിൽക്കാനൊരു മടി, ഒരു പ്രയാസം. ഒരിക്കലും അങ്ങനെ ആകാൻ പാടില്ല. ഒന്നാമത്തെ സഫിൻ്റെ കൂലി അറിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നാമത്തെ സഫിൽ നിന്ന് മാറൂല. ഫസ്റ്റ് സഫ് കിട്ടാൻ വേണ്ടിയിട്ട് സ്വഹാബത്തിൻ്റെ ഇടയിൽ ഉന്തും തള്ളും ഉണ്ടായിട്ടുണ്ട്. അവസാനം നറുക്കെടുപ്പ് നടത്തിയിട്ട് ഫസ്റ്റ് സഫിൽ നിന്നിട്ടുണ്ട്. കാരണം മാത്ര മഹത്വമാണ് മലക്കുകളും. അള്ളാഹുവിൻ്റെ പ്രത്യേക ഗുണവും മലക്കുകളുടെ ദുആയും നമുക്ക് ലഭിക്കാനത് കാരണമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരിമാർ സങ്കടപ്പെടേണ്ട, നിങ്ങൾക്ക് ഈ പ്രതിഫലം വീട്ടിൽ കിട്ടും. മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊരു സ്വഹാബിയത്ത് ചോദിക്കുന്നുണ്ട്, നബിയേ, ഒരുപാട് പുരുഷന്മാർക്ക് അങ്ങയുടെ പിന്നിൽ നിസ്കരിക്കാൻ പറ്റുന്നുണ്ട്, യുദ്ധത്തിന് പോകാൻ പറ്റുന്നുണ്ട്, അവർ അങ്ങയുടെ കൂടെ ഉണ്ടല്ലോ നബിയെ, ഞങ്ങൾക്കും വേണ്ടേ നബിയെ? ഹബീബായ തങ്ങൾ പറയാം സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾക്ക് ഈ പ്രതിഫലമൊക്കെ വീടിൻ്റെ ഉള്ളിൽ നിസ്കരിച്ചാൽ കിട്ടും. മുത്തുനബി തങ്ങൾ പറയാം, പെണ്ണിന് ഏറ്റവും നല്ലത് വീട്ടിൽ നിസ്കരിക്കലാണ്. പിന്നെന്തിനാണ് ഇടിച്ചു പൊളിച്ച് പള്ളിയിലോട്ട് കയറിപ്പോണേ? പുരുഷന് നിസ്കരിക്കാൻ ഏറ്റവും നല്ലത് പള്ളിയാണ്. പിന്നെന്തിനാണ് വീട്ടിൽ നിസ്കരിക്കണേ?
പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ഫിത്തിന ഭയപ്പെടുന്ന കാലഘട്ടത്തിൽ അങ്ങനെ പോകൽ തന്നെ ഹറാമാണ്. നിസ്കരിക്കാൻ വേണ്ടിയിട്ട്, അല്ലാതെ ഇപ്പോൾ നമ്മൾ കല്യാണത്തിന് പോയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഈ അന്യപുരുഷന്മാരുമായി ഇടകലരുന്നത് എവിടെയാണെങ്കിലും ഒരിക്കലും അങ്ങനെ ഇടകലരാൻ പാടില്ല താനും. മനസ്സിലാകുന്നുണ്ടോ? അതിപ്പോൾ മഹാന്മാരുടെ മക്കാമുകൾ സിയാറത്ത് ചെയ്യാൻ പോകുമ്പോൾ വളരെ അതബോടെ ചിട്ടയോടെ ഔറത്ത് മറച്ച്, അത് പള്ളിയിലേക്ക് പോകുന്നതിനെക്കുറിച്ചല്ല പറയേണ്ടത്. പള്ളിയിലേക്ക് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാരിൽ ആരും തന്നെ പള്ളിയിൽ പോയി നിസ്കരിച്ചിട്ടില്ല. ആയിഷ റളിയല്ലാഹു അൻഹ അവിടെ നിന്ന് ഒരു വിരിപ്പിൻ്റെ അപ്പുറമാണ് മദീനത്തെ പള്ളിയുള്ളത്. ആ വിരിപ്പ് മാറ്റിയിട്ട് മദീന പള്ളിയിൽ പോയി ആയിഷ ബീവി നിസ്കരിച്ചിട്ടില്ല. ഇവർക്കൊന്നും വേണ്ടാത്തൊരു പുണ്യം, അങ്ങനൊരു പുണ്യം ഉണ്ടായി അവർ പോകൂലേ ഇല്ലേ? അവർക്കൊന്നും അവരാഗ്രഹിക്കാത്തൊരു പുണ്യം നമുക്ക് അങ്ങനെ വേണോ? അതിന് വലിയ പുണ്യമുണ്ടോ? ഇമാമിങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടില്ലേ ഇല്ലേ? ഇമാമിങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടില്ലേ അതിലൊരു പുണ്യമില്ലാന്ന്? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചില ഹദീസുകളെ ചില ആളുകൾ വളച്ചൊടിക്കണം. അള്ളാഹു ബോധം തരട്ടെ. അപ്പോൾ വിഷയം ഇതാണ്, ഒന്നാമത്തെ സഫിൽ നിന്നാൽ ഈ കൂലി കിട്ടും. ഇത് പെണ്ണാണെങ്കിൽ അവൾ വീട്ടിൽ നിസ്കരിച്ചോ, അവൾക്കതിൻ്റെ കൂലി അള്ളാഹു തരുമെന്നല്ലേ മുത്തുനബി തങ്ങൾ പറഞ്ഞത് ഇല്ലേ? അള്ളാഹു തരും, അള്ളാഹു കാരുണ്യവാനാണ്. പടച്ച റബ്ബ് തൗഫീക്ക് നൽകട്ടെ. ഇനി രണ്ടാമത്തേത്, ഇൻദ ജുലൂസിക ഫിൽ മസ്ജിദി ബഅദൽ ഇൻതിഹാഇ മിനസ് സ്വലാഹ്. നിസ്കരിച്ച് കഴിഞ്ഞിട്ട് പള്ളിയിലാണെങ്കിൽ അവിടെ എവിടെയാണ് നിങ്ങൾ നിസ്കരിക്കുന്നത്, ആ നിസ്കാരം കഴിഞ്ഞിട്ട് ഇരുന്ന ഇരുത്തത്തിൽ തസ്ബീഹും അതുപോലെ തന്നെ തഹ്ലീലൊക്കെ ചൊല്ലിയിട്ട് കുറേ നേരം അങ്ങനെ ഇരിക്കുക. ആ ഇരിക്കുന്ന ഇരുത്തത്തോളം മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യും. മലക്കുകൾ ദുആ ചെയ്യും. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇന്നൽ മലായികത തുസല്ലി അലാ അഹദികും മാ ദാമ ഫീ മജ്ലിസി. നിസ്കരിച്ചിട്ടൊരു മനുഷ്യൻ ഇരിക്കാൻ, അവനാ ഇരിക്കുന്ന ഇരുത്ത് എത്ര നേരം നീണ്ടു നിൽക്കുന്നോ അത്ര നേരം മലക്കുകൾ അവന് വേണ്ടി ദുആ ചെയ്തുകൊണ്ടേയിരിക്കും. നിരന്തരം മലക്കുകളുടെ ദുആ. സ്വഹീഹ് മുസ്ലിമിലെ 649 ഹദീസാണത്. മലക്കുകൾ ഇങ്ങനെ ദുആർക്കും. നിസ്കാരം കണ്ട് അവിടെ ഇരുന്നാൽ മതി. പിന്നെ ജോലി ഉണ്ടെങ്കിൽ ജോലിക്ക് പോയിക്കോളണം കേട്ടോ. ഞാൻ പറയുന്നത് കുറച്ച് നേരം നിസ്കാരം കഴിഞ്ഞ് ഉടനെ എണീറ്റ് ഓടിപ്പോണ ആളുകളുണ്ട്. ദുആ ഇല്ല, ദിക്റില്ല, ഒന്നുമില്ല. നിസ്കാരം കഴിയാൻ കാത്ത് സലാം വീട്ടുമ്പോഴത്തേക്ക് എണീറ്റ് ഓടുന്ന ആളുകളുണ്ട്. അങ്ങനെയല്ല, കുറച്ച് നേരം ഇരിക്കണം അവിടെ. പള്ളിയിൽ നിന്ന് പോകുമ്പോഴും ഒരു വേദനയോടെ, പടച്ചോനെ നിൻ്റെ പള്ളിയിൽ നിന്ന് പോകാൻ താല്പര്യം ഉണ്ടായിട്ടല്ല, ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ റബ്ബേ, മനസ്സിവിടെയാണ്. ഇനി സ്ത്രീകളാണെങ്കിൽ മുസല്ലയിൽ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ പടച്ചോനെ എണീറ്റ് പോകാൻ താല്പര്യം ഉണ്ടായിട്ടല്ല, ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ റബ്ബേ, മനസ്സ് മുഴുവൻ ഈ നിസ്കാരപ്പായയിലാണെന്നുള്ള ബോധ്യം ഉണ്ടാകണം. മനസ്സിലാകുന്നുണ്ട്? ആ ഇരിക്കുന്ന ഇരുത്തം എത്ര നേരമുണ്ടോ അത്രയും നേരം മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തേതൊരു അത്ഭുതമാണ്, ഇൻദ ഇയാദത്തി മരീദ്. രോഗിയെ സന്ദർശിക്കാൻ പോകുമ്പോൾ, രോഗിയെ സന്ദർശിക്കാൻ പോകുമ്പോൾ ഈ സന്ദർശിക്കാൻ പോകണം നിനക്ക് വേണ്ടിയിട്ട് മലക്കുകൾ ദ്വാരക്കും. ഒരു ഹദീസ് ഉണ്ട്, പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മാ മിൻ റജുലിൻ യഊദു മരീദൻ മുംസിയൻ ഇല്ലാ ഖറജ മഅഹു 70000 മലക്കിൻ യസ്തഗ്ഫിറൂന ലഹു സുബ്ഹാനക യാ റബ്ബ്. ഇത് സ്വഹീഹുൽ ജാമിയിൽ 5712 ഹദീസാണ്. ഒരു മനുഷ്യൻ രോഗിയെ കാണാൻ പോയി. രോഗിയെ കാണാൻ പോകുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമില്ല. രോഗിയെ കാണാൻ പോകുന്നതിനോടൊപ്പം അവൻ്റെ പിന്നാലെ അള്ളാഹു 70,000 മലക്കുകളെ പറഞ്ഞേക്കും. എത്ര മലക്കുകൾ? നമ്മളിപ്പോൾ അയൽവക്കത്ത് വീട്ടിലെ പാത്തുമ്പത്താത്ത രോഗിയായിട്ടുണ്ട്, ഒന്ന് പോയി കാണാൻ പോവാണ്. ആ കാണാൻ പോകുന്ന പോക്കിൽ 70,000 മലക്കുകളെ അള്ളാഹ് നിൻ്റെ കൂടെ പറഞ്ഞേക്കും. ഈ മലക്കുകൾ എന്ത് ചെയ്യും? യസ്തഗ്ഫിറൂന ലഹു, നിനക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പൊറുക്കലിനെ തേടും. 70,000 മലക്കുകൾ. പടച്ചോനെ ഇവന് പുറത്തു കൊടുക്കണേന്ന് പറഞ്ഞാൽ അള്ളാഹ് പൊറുക്കും എന്നുള്ളത് ഉറപ്പല്ലേ? ഒരു മലക്ക് ദ്വാരുന്നാൽ പോരെ, 70,000 മലക്കുകൾ ദ്വാരക്കും. എന്തേ കാരണം? നീ ഒരു രോഗിയെ പോയി കണ്ടു. പരിശുദ്ധമായൊരു ഖുദ്സിയായ ഹദീസിൽ അള്ളാഹ് പറയുന്നുണ്ട്. എന്താ പറയണേ? ഒരു രോഗിയെ നീ കാണാൻ പോകുന്നതിനെ അള്ളാഹ് താരതമ്യപ്പെടുത്തിയത് അള്ളാഹിനെ കാണാൻ പോകുന്നതുമായി ബന്ധപ്പെടുത്തിയാണ്. നാളെ പരലോകത്തിലും അള്ളാഹ് ചോദിക്കും, ഞാൻ രോഗിയായി കിടന്നിട്ട് നീ വന്നില്ലല്ലോ കാണാൻ. അപ്പം നമ്മൾ പറയും, പടച്ചോനെ നിനക്ക് രോഗമുണ്ടോ? നീ റബ്ബുൽ ആലമീനല്ലേ. ഞാൻ രോഗിയായി എന്ന് പറഞ്ഞാൽ എൻ്റെ ഇന്നാലിന്ന അടിമ നിൻ്റെ അയൽവക്കത്ത് അല്ലെങ്കിൽ നിൻ്റെ നാട്ടിൽ രോഗിയായിട്ട് കിടന്നപ്പോൾ നീ പോയില്ലല്ലോ മോനെ, അത് എന്നെ സന്ദർശിക്കാത്തത് പോലെയാണെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ. അപ്പോൾ നമ്മൾ അള്ളാഹുവിൻ്റെ പാതയത്തിലായി രോഗിയെ കാണാൻ പോവാൻ. ആ പോണ പോക്കിന് 70,000 മലക്കുകൾ കൂടെ വരും, നമുക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യുന്നതാണ്. ഒരു മനുഷ്യൻ രോഗിയായി കഴിഞ്ഞാൽ എത്ര വിരോധിയാണെങ്കിലും പോയിക്കൊള്ളണം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂജഹലിന് രോഗം ബാധിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഇറങ്ങി ഓടിയിട്ടുണ്ട് വീട്ടിൽ നിന്ന് കാണാനായിട്ട്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി നാലാമത്തത് നോക്കിയേ, ഇൻദ സിയാറത്തി അഖില്ലക ഫില്ലാഹ്. അതായത് അള്ളാഹിൻ്റെ മാർഗ്ഗത്തിൽ നിൻ്റെ നാട്ടിലെ അല്ലെങ്കിൽ മറ്റൊരു നാട്ടിലെ മുസ്ലിമായൊരു സഹോദരനെ നീ ഒന്ന് സന്ദർശിക്കാൻ പോയി. എന്തിനു വേണ്ടി? പൈസ കടം മേടിക്കാനല്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിനല്ല, അള്ളാഹിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചിട്ട് അവൻ്റെ അടുത്ത് പോയെന്നിരിക്കുക, അവന് ഇത്തിരി നല്ലത് പറഞ്ഞു കൊടുക്കുക അല്ലേ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം കാക്ഷിച്ചിട്ട് അന്ന റജുലൻ സാറ അഖല്ലഹു ഫി ഖറിയത്തിൻ ഉഖ്റാ.
മറ്റൊരു നാട്ടിലുള്ള തൻ്റെ മുസ്ലിമായ സഹോദരനെ കാണാൻ പോയി കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ് അയാളുടെ വഴിയിൽ അള്ളാഹു ഒരു മലക്കിനെ പറഞ്ഞേക്കും. ആ മലക്ക് അവന് വേണ്ടി ദുആ ചെയ്യുന്നതാണ്. സുബ്ഹാനക്. സ്വഹീഹ് മുസ്ലിമിലെ 2567 ഹദീസാണ്. നമ്മൾ ഒരാളെ ഉപദേശിക്കാൻ, ഒരാളെ അല്ലെങ്കിൽ ദീനി ക്ലാസ്സിലേക്ക് ക്ഷണിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണത് പോലെ പോവാൻ, ആ പോയി അവനോട് കാര്യം പറഞ്ഞാൽ അല്ലെങ്കിൽ അവളോട് കാര്യം പറഞ്ഞാൽ നമ്മുടെ വഴിയിൽ അള്ളാഹു ഒരു മലക്കിനെ നിശ്ചയിച്ചിട്ടുണ്ട്. ആ മലക്ക് നമുക്ക് വേണ്ടി ദുആ ചെയ്യും, രക്ഷപ്പെടൂലേ? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അഞ്ചാമത്തേത് ഇൻദ ദുആഇ ലി അഖീക ബിദ്ദഹ്രിൽ ഗൈബ്. ഇതൊരു അത്ഭുതമാണ്. കാരണം നമ്മുടെ ഒരു സഹോദരന് വേണ്ടി, അതായത് നമ്മുടെ മുമ്പിലില്ല, അപ്രത്യക്ഷനാണ്, നമ്മുടെ മുമ്പിലില്ല ആൾ, വേറെ എവിടെയോ നാട്ടിലാണ്, അയാളുടെ അഭാവത്തിലാണ്, അവന് വേണ്ടിയിട്ട് നമ്മൾ ദ്വാരുന്നാൽ നമുക്ക് വേണ്ടി മലക്കുകൾ ദ്വാരക്കും. അതായത് നമ്മുടെ ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ നമ്മളെ ഒരു സഹോദരൻ, അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഇരുന്ന് പഠിച്ചോൻ എൻ്റെ ഇന്നാരിൻ്റെ കൂട്ടുകാരൻ പ്രയാസത്തിലാണ്, നീ പുറത്തു കൊടുക്കണേ അല്ല. ഇത് അവനറിയണില്ല, പക്ഷെ ആരറിയുന്നുണ്ട്? അള്ളാഹ് അറിയുന്നുണ്ട്. എന്താ സംഭവിക്കണമെന്നറിയോ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ദഅവത്തുൽ മർഇ ലി അഖീഹി ബിദ്ദഹ്രിൽ ഗൈബ് മുസ്തജാബത്തുൻ ഇൻദ റഅസിഹി മലക്കുൻ. സുബ്ഹാനല്ലാഹ്. ഈ ഒരു സഹോദരൻ മറ്റൊരു സഹോദരൻ്റെ അഭാവത്തിൽ അവന് വേണ്ടിയിട്ട് ചെയ്യണ ദുആ അള്ളാഹു സ്വീകരിക്കും, ഉറപ്പാണ്. അത് ഇവൻ്റെ തലയുടെ ഭാഗത്ത് അല്ലാഹു ഒരു മലക്കിനെ നിശ്ചയിക്കും. നമ്മൾ നല്ലതിന് വേണ്ടി ദുആ ചെയ്യുമ്പോൾ ആ മലക്ക് പറയും ആമീൻ എന്ന് മാത്രമല്ല, വലക്ക ബിമിസ്ല്, നീ എന്താണോ ദുആരുന്നത് അത് നിനക്കും കിട്ടട്ടെ. അപ്പോൾ പടച്ചോനെ എൻ്റെ അയൽവാസിക്ക് നീ നല്ല വീട് കൊടുക്കണേ അല്ലാ. അപ്പോൾ ഈ മലക്ക് പറയണ എന്താ? ആമീൻ, നിനക്കും അത് കിട്ടട്ടെ. നമ്മളെന്താ ദ്വാരക്കാർ? ഉമ്പനക്കാണ് പോയാൽ മതിയായിരുന്നു, ഈ അയലോക്കത്തു നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു. മോനെ, അത് മണ്ടത്തരാണ്. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ എളുപ്പമാകാൻ ഏറ്റവും നല്ലൊരു ദുആ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് വേണ്ടി ദ്വാരക്കുക, മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ നമ്മൾ ദുആ എടുക്കുക. അങ്ങനെ ദുആ ചെയ്ത് കൊടുത്താൽ നമ്മുടെ കാര്യങ്ങൾ അള്ളാഹു എളുപ്പമാക്കി തരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരികയാണ്, മുത്തനബി തങ്ങൾ പഠിപ്പിക്കാൻ. സ്വഹീഹ് മുസ്ലിമിലെ 2732 ഹദീസാണ്. വളരെ അത്ഭുതകരമായ കാര്യമല്ലേ? എത്രയോ ആളുകളാണ് ക്യാൻസർ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നത്. അതുപോലെ തന്നെ മറ്റു പല പ്രതിസന്ധികൾ, കടം കൊണ്ട് വലയുന്നവർ, വീടില്ലാത്തവർ. നിങ്ങൾ ക്യാൻസർ രോഗിയായ മറ്റൊരാൾക്ക് വേണ്ടി ദ്വാരം നോക്കി, നിങ്ങളുടെ രോഗം അള്ളാഹു ശിഫ തരുന്നത് കാണാം. വീടില്ലാത്തൊരാൾക്ക് വേണ്ടി നിങ്ങൾ ദ്വാരം നോക്കി, നിങ്ങൾക്ക് അള്ളാഹു വീട് തരുന്നത് കാണാം. നമ്മൾ ഈ അസൂയം കുശുമ്പിച്ച് നടക്കല്ലേ? നമുക്ക് വേണ്ടി മലക്കുകൾ ദുആ ചെയ്യുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ആറാമത്തേത് ഇൻദ തഅലീമിൻ നാസ് അൽ ഖൈർ. ജനങ്ങൾക്ക് നല്ലൊരു കാര്യം പഠിപ്പിച്ചു കൊടുത്താൽ അവിടെ മലക്കുണ്ടാവും, ഇവന് വേണ്ടിയിട്ട് മലക്ക് ദ്വാരക്കും. ഇപ്പോൾ നമ്മൾ സ്വബാഹുൽ ഖൈറിൽ ഇരിക്കുന്നില്ലേ നമ്മൾ ലൈവായിട്ട്? ഞാൻ നിങ്ങൾക്ക് ഇൽമു പറഞ്ഞു തരണ്ടില്ലേ? ഈ സദസ്സിൽ ആരുണ്ടാവും? മലക്കുകളുണ്ടാവും. ഈ മലക്ക് എനിക്ക് വേണ്ടി ദ്വാരക്കും. അപ്പോൾ എനിക്ക് അള്ളാഹിനോട് പറയാനുള്ളത്, പടച്ചോനെ എനിക്ക് വേണ്ടി മാത്രമല്ല ദുആ, ഈ മലക്കുകൾ നമ്മളെയൊക്കെ കേൾക്കുന്നുണ്ട് അല്ലേ? ഈ മലക്കുകൾ നമുക്ക് വേണ്ടി എല്ലാവർക്കും, പടച്ചോനെ ഞങ്ങൾക്ക് വേണ്ടി സ്വബാഹുൽ ഖൈറിലെ മുഴുവൻ കുടുംബത്തിലേക്കും നീ മലക്കുകളെ പറഞ്ഞേക്കണേ അല്ലാ. സ്വബാഹുൽ ഖൈർ കുടുംബത്തിലെ ഓരോരുത്തർക്കും വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ നീ മലക്കുകളെ നിയോഗിക്കണേ അല്ലാ. നമുക്ക് ദ്വാരക്കാമല്ലോ, അള്ളാഹു എല്ലാം തരുന്നവനല്ലേ? എനിക്ക് വേണ്ടി മാത്രമല്ല, എൻ്റെ സഹോദരങ്ങളും കൂടെ എന്നോടൊപ്പം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും അതിന് തൗഫീക്ക് നൽകട്ടെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഇന്നല്ലാഹ വമലായികതഹു വഅഹ്ലുസ് സമാവാതി വൽ അർദ് ഹത്ത അൻ-നംലതി ഫീ ജുഹരിഹാ വഹത്തൽ ഹൂത്. അങ്ങനെ തുടങ്ങി പറയണം മുത്തനബി തങ്ങൾ. അള്ളാഹു, അവൻ്റെ മലക്കുകൾ, അള്ളാഹു നമുക്ക് ഗുണം ചെയ്യും അല്ലേ? അവൻ്റെ മലക്കുകൾ, ആകാശത്ത് താമസിക്കുന്നവർ, ഭൂമിയിലുള്ളവർ, ഹത്ത അൻ-നംല, അതായത് പൊത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന ഉറുമ്പ്, അതുപോലെ തന്നെ ആഴക്കടലിലുള്ള മത്സ്യം, ഇതൊക്കെ നിനക്ക് വേണ്ടി ദ്വാരക്കും. യാ അല്ലാഹ്, എന്ത് ചെയ്താൽ മതി? ഇൽമു പറഞ്ഞു കൊടുത്താൽ മതി, ജനങ്ങൾക്ക് നല്ലത് പറഞ്ഞു കൊടുത്താൽ മതി. ഇപ്പോൾ ഈ സ്വബാഹുൽ ഖൈറിൽ ഞാനിരിക്കുമ്പോൾ മത്സ്യം നമുക്ക് വേണ്ടി ദ്വാരക്കുന്നുണ്ട്, ഒരു പൊത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന ഉറുമ്പ് നമുക്ക് വേണ്ടി ദ്വാരക്കുന്നുണ്ട്, ഭൂമിയിൽ അഹ്ലുകാർ, ആകാശത്ത് അഹ്ലുകാർ, മലക്കുകൾ നമുക്ക് വേണ്ടി ദ്വാരക്കുന്നുണ്ട്. യാ അല്ലാഹ്, ഇതിലപ്പുറം നമുക്ക് എന്താ വേണ്ടത്? അതുകൊണ്ട് നല്ലത് പറഞ്ഞു കൊടുക്കുക. ഇത് ഷെയർ ചെയ്താലും കിട്ടും കേട്ടോ. ഈ സ്വബാഹുൽ ഖൈർ അല്ലെങ്കിൽ ഒരു ഇൽമിൻ്റെ മജ്ലിസ്, ഇൽമു പറഞ്ഞു കൊടുക്കണ സദസ്സ് നമ്മൾ വാട്സപ്പിൽ ഇട്ട് കൊടുക്കുക. ഒരാൾ കണ്ടാൽ മതിയല്ലോ. ഇന്ന് അങ്ങനെയൊക്കെയാണല്ലോ, നമ്മൾ നേരിട്ട് പറയുക മാത്രമല്ല, നമ്മളെ കൊണ്ട് എത്തിച്ചു കൊടുക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ എത്തിച്ചു കൊടുക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ മലക്കുകളുടെ ദുആ നമുക്ക് തരുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് സുഹൈൽ ജാമിയിലെ 1838 ഹദീസാണ്. ഇനി ഏഴാമത്തേത് ഇൻദ നൗമിക അല ത്വഹാറ. നല്ല ശുദ്ധിയോടെ കിടന്നുറങ്ങിയാൽ, വുളു എടുത്ത് കിടന്നുറങ്ങിയാൽ നിനക്ക് വേണ്ടി മലക്ക് ദ്വാരക്കും. വുളു എടുത്ത് കിടന്നുറങ്ങുമെന്ന് പറയുമ്പോൾ ചില ആളുകൾ ചോദിക്കും, ഉസ്താദേ വുളു എടുത്ത് കിടന്നപ്പോൾ കെട്ടിയോളെ തൊട്ട വുളു മുറിയൂലേ? നമ്മുടെ മദ്ഹബിൽ ശരിയാണ്, ഭാര്യയെ തൊട്ട വുളു മുറിയും, ഭർത്താവിൻ്റെയും ഭാര്യയുടെ വുളു മുറിയൂലേ? അതുകൊണ്ട് വുളു എടുത്ത് കിടക്കണ്ടേ? നിങ്ങളുടെ വുളു എടുത്ത് കിടക്കാൻ പറഞ്ഞതാരാ? മുത്തുനബി തങ്ങളാണ്. ഭാര്യയെ തൊട്ടാൽ വുളു മുറിയൂന്ന് പഠിപ്പിച്ചെന്നാരാണ്? അതും മുത്തുനബി തങ്ങളാണ്. അപ്പം നമ്മൾ വുളു എടുത്തിട്ട് കിടക്കുക, ബാക്കി ഇപ്പോൾ നമ്മൾ അള്ളാഹു നോക്കിക്കോളൂല്ലേ? നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്യാം. ഇനിയിപ്പോൾ ഭാര്യ ഒന്നും തൊടണ്ട, വുളു എടുത്ത് നമ്മൾ കിടന്നു, ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ വുളു മുറിയൂലേ? അപ്പോൾ ഇങ്ങനെ ഉറങ്ങാതെ ഇങ്ങനെ വുളു എടുത്തിട്ട് കണ്ണും തുറന്നിരിക്കണം എന്നാണോ? അല്ല, അതൊന്നും വേണ്ട. കിടക്കാൻ നേരത്ത് വുളു എടുത്ത് കിടക്കുക.
ഇടയ്ക്ക് ഒതു മുറിയുന്നുണ്ട്, അതും നമ്മുടെ വിഷയമല്ല. അങ്ങനെ കിടന്ന് എന്ത് സംഭവിക്കും? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അങ്ങനെ ഉറങ്ങുന്ന ഒരു മനുഷ്യൻ്റെ അടുക്കൽ ഒരു മലക്ക് വരും. ആ മലക്ക് ഇവന് ഉണരുന്ന നേരത്ത് പടച്ചവനെ നിൻ്റെ ഈ അടിമക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ എന്ന് ദുആ ചെയ്യുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് വുളു എടുത്ത് കിടന്നുറങ്ങണ ഒരു അടിമ, അവൻ്റെ അടുക്കൽ ഒരു മലക്ക് കാവലിന് വരും. എന്നിട്ടോ നമ്മളിങ്ങനെ ഉറങ്ങി രാവിലെ എഴുന്നേൽക്കാറാകുമ്പോഴത്തേക്ക് പടച്ചവനെ നിൻ്റെ ഈ അടിമ ശുദ്ധിയിലാണ് കിടന്നുറങ്ങിയത്, നീ പുറത്തു കൊടുക്കണേ അല്ലാന്ന് മലക്ക് ദുആ ചെയ്യുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹീഹ് ഇബ്നു ഹിബ്ബാൻ 1059 ഹദീസ്. ഇനി 8-ാമത്തേത് നോക്കിയേ. ഇൻദച്ചനാവൂലിക സുഹൂർ, നോമ്പ് പിടിക്കണ സമയത്ത്, ഇപ്പോൾ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും അല്ലെങ്കിൽ ഇനി റമദാനൊക്കെ ആയിക്കോട്ടെ, നോമ്പ് പിടിക്കുന്ന സമയത്ത് ഇടയത്താഴം എഴുന്നേൽക്കുന്ന മനുഷ്യർ ഇടയത്താഴം കഴിക്കുന്ന സമയത്ത് അവർക്ക് വേണ്ടി മലക്കുകൾ ദുആ ചെയ്യുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാൻ. ആ നേരത്ത് മലക്കുകൾ ഇവന് വേണ്ടിയിട്ട് ദ്വാരക്കും. അത് ഇബ്നു ഹിബ്ബാനിലെ 3467 ഹദീസാണ്. അപ്പോൾ മലക്കുകളുടെ ദുആ അപ്പോഴും കിട്ടും. അപ്പോൾ 8 സന്ദർഭങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലേ. ഈ 8 നമ്മുടെ ലൈഫിൽ നമ്മൾ കൊണ്ടുവന്ന് നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അത്ഭുതങ്ങൾ ആസ്വദിക്കാൻ പറ്റുന്നേ. പ്രയാസങ്ങൾ മാറി നിൽക്കും. കാരണം നമുക്ക് വേണ്ടിയിട്ട് ദ്വാരക്കണത് ആരാ? അള്ളാഹിൻ്റെ മാലാകമാരാണ്. വേറെ ആരെങ്കിലും ദ്വാരക്കണം? അപ്പോൾ മലക്കുകളുടെ ദുആ സ്വീകരിക്കും എന്നുള്ളത് ഉറപ്പല്ലേ? അല്ലാഹു റബ്ബുൽ ആലമീൻ അതിനൊക്കെ നമുക്ക് മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ച ചോദ്യമുണ്ട്. ഒരു സ്വഹാബി മറവി രോഗം ബാധിച്ചപ്പോൾ മുത്തുനബി തങ്ങളുടെ അടുക്കൽ വന്ന് പറഞ്ഞു. ആരാണ് സ്വഹാബി? എന്താ മുത്തുനബി തങ്ങൾ മരുന്ന് കൊടുത്തത്? ദിക്റൊന്നും അല്ല കേട്ടോ, ഒരു വല്ലാത്ത മരുന്നാണ്. മുത്തുനബി തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ അരപ്പട്ട ഒന്ന് വിരിച്ചു പിടിക്കൂ. അരപ്പട്ട ഇങ്ങനെ വിരിച്ചു പിടിച്ചു. അന്തരീക്ഷത്തിൽ നിന്ന് എന്നോ 3 തവണ കോരി ഇങ്ങനെ ഇട്ടു. എന്നിട്ട് പറഞ്ഞു അത് കെട്ടിപ്പിടിക്കൂ. അതിങ്ങനെ കെട്ടിപ്പിടിച്ചു. ആ സ്വഹാബി പറയുന്നു, അതിൽ നിന്ന് ഞാൻ പിന്നെ ഒരു ഹദീസും മറന്നിട്ടില്ല. മുത്തുനബി തങ്ങൾ വൈദ്യനായിരുന്നു? അല്ലല്ലോ, അവിടെ നിന്ന് അള്ളാൻ്റെ ഹബീബല്ലേ. സ്വഹാബത്ത് വന്ന് ചോദിക്കല്ലേ മുത്തുനബി തങ്ങളോട്, തൗഹീദ് അറിയാത്തവരാണോ അവർ? അല്ലേ? ആരാണ് സ്വഹാബി? മഹാനായ സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ്. ഒരുപാട് കമൻസ് വന്നിട്ടുണ്ട്, അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഇന്നത്തെ ചോദ്യം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ യഥാർത്ഥ നാമം എന്താണ്? അബൂ ഹുറൈറ റളിയല്ലാഹുവിൻ്റെ യഥാർത്ഥ നാമം എന്താണ്? കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതുവരെ അർജുനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അള്ളാഹു എല്ലാം അറിയുന്നവനാണ് ഇല്ലേ. ഇനിയിപ്പോൾ എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുമ്പോഴും ആ വീട്ടുകാരുടെ ഒരു മനസ്സിൻ്റെ വേദന നമ്മൾ മനസ്സിലാക്കണമല്ലോ അല്ലേ. അവരുടെ ഉള്ളിൽ അവരെത്രത്തോളം പ്രതീക്ഷകൾ അസ്തമിച്ചാലും ഒരു ശതമാനമെങ്കിലും അവരുടെ മനസ്സിലൊരു കൊതി ഉണ്ടാവും അല്ലേ. എൻ്റെ ഏട്ടൻ വന്ന് എൻ്റെ വീടിൻ്റെ വാതിലൊന്ന് മുട്ടും, എൻ്റെ മോൻ എന്നെ വന്ന് വിളിക്കും എന്നുള്ളൊരു ചിന്തയൊക്കെ അവരുടെ മനസ്സിലുണ്ടാവും. എങ്ങനെ പറയണമെന്നറിയില്ല. ആ കുടുംബത്തിന് അല്ലാഹു സമാധാനം കൊടുക്കട്ടെ. ആ കുടുംബത്തിന് അല്ലാഹു സന്തോഷം കൊടുക്കട്ടെ. ആ കുടുംബത്തിന് മനോബലം നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. അർഹമുർ-റഹീമായ റബ്ബേ, നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാ. പടച്ചവനെ, നിന്നാൽ സ്നേഹിക്കപ്പെടുന്നവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ല. പടച്ചവനെ, നീ വെറുക്കുന്നവരിൽ പെടുത്തല്ലേ അല്ല. നിൻ്റെ കോപം ലഭിക്കുന്നവരിൽ പെടുത്തല്ലേ അല്ല. നിൻ്റെ റഹ്മത്ത് ലഭിക്കുന്നവരിൽ പെടുത്തണേ അല്ല. റഹ്മത്തുല്ലിൽ ആലമീനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദദ് ലഭിക്കുന്നവരിൽ പെടുത്തണേ അല്ല. യാ റബ്ബന, ചെയ്തു പോയ പാപങ്ങൾ പൊറുക്കണേ അല്ല. സമാധാനം നൽകണേ അല്ല. സന്തോഷം നൽകണേ അല്ല. കുടുംബ പ്രശ്നങ്ങൾ നീക്കണേ അല്ല. മക്കളെ നന്നാക്കണേ അല്ല. ഇണകളെ നന്നാക്കണേ അല്ല. പഠനങ്ങളിൽ പാഠ്യേതര വിഷയങ്ങളിൽ ബറക്കത്ത് ചെയ്യണേ അല്ല. എല്ലാ പരീക്ഷകളിലും ഉന്നത വിജയം നീ നൽകണയല്ല. പലവിധ എക്സാമുകൾ എഴുതാൻ വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. ഖൈറായ നിലക്ക് അറ്റൻഡ് ചെയ്യാൻ, പരിപൂർണമായ വിജയത്തിൽ രക്ഷപ്പെടാൻ നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. കടബാധ്യതകൾ ഏറ്റെടുക്കണയല്ല. ജോലിയിൽ ബറക്കത്ത് ചെയ്യണയല്ല. ഇഖാമക്ക് വേണ്ടി, അതുപോലെ നാട്ടിലേക്ക് വരാൻ കഫീലിൻ്റെ സമ്മതത്തിന് വേണ്ടി, അങ്ങനെ തുടങ്ങിയ ഒരുപാട് പ്രയാസങ്ങളിലായി വിസയ്ക്ക് വേണ്ടി, പാസ്പോർട്ടിന് വേണ്ടി, ലൈസൻസിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. എല്ലാം നീ എളുപ്പമാക്കണയല്ല. സിഹറുകൾ, കണ്ണേറുകൾ ബാത്തുലാക്കണയല്ല. പടച്ചവനെ, മാരക രോഗങ്ങൾ കൊണ്ടുപോലും ബുദ്ധിമുട്ടുന്നവരുണ്ട്. എല്ലാവർക്കും
സൗഖ്യം നൽകണയല്ല. ഇതിൽ കമൻറ്റ് ചെയ്ത ഓരോരുത്തരും യാ റബ്ബന അവരുടെ ഖൽബിൽ ഉദ്ദേശിച്ച മുറാദുകൾ നീ ഹാസുലാക്കണയല്ല. മനസ്സിൽ മുറാദുകൾ വെച്ചുകൊണ്ട് ആമീൻ പറയുന്നവർ, ഈ സദസ്സിൽ പങ്കെടുക്കുന്നവർ, ഹംദ് പറഞ്ഞ് പുഞ്ചിരിക്കുന്നതിലൂടെ ജീവിതം ഒന്ന് കെട്ടിപ്പടുക്കണമെന്ന് കരുതുന്നവർ നീ കൈവടിയല്ല തമ്പുരാനെ. സലാമത്ത് നൽകണയല്ല, സലാമത്ത് നൽകണയല്ല. യാ റബ്ബന പടച്ചവനെ ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനം നിലനിർത്തണയല്ല. പടച്ചവനെ ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവർക്ക് മഗ്ഫിറത്ത് നൽകണയല്ല. ഞങ്ങളിൽ പലരുടെയും മാതാപിതാക്കൾ ഖബറിലാണ്, മഗ്ഫിറത്ത് നൽകണയല്ല. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ, ഈ സദസ്സ് കാണുന്ന പ്രായം ചെന്ന ഒരുപാട് ഉമ്മമാർ ഉപ്പമാർ എല്ലാവർക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണയല്ല. പടച്ചവനെ ഞങ്ങൾ എപ്പോഴാണ് മരിക്കുന്നതെന്നറിയില്ല, ഈമാന് സലാമത്താക്കണയല്ല. പെട്ടെന്ന് വിളിക്കല്ലയല്ല. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും പ്രത്യേകിച്ച് സ്വബാഹുൽ ഖൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിൻ്റെ കാരുണ്യം കൊണ്ട് നീ ഒരുമിപ്പിക്കണയല്ല. ഈ സദസ്സിനെ സ്നേഹിക്കുന്നവരെ നീയും സ്നേഹിക്കണയല്ല. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.